ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പൗലോസ് റോമ സഭയോട് പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പൗലോസ് സഭയോട് പറയുന്ന, പരിശുദ്ധാത്മാവിൽ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം സ്നാനത്തെക്കുറിച്ചാണ്, രക്ഷയെക്കുറിച്ചാണ്. വ്യക്തമായിട്ട് പറയുകയാണ്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ സ്നാനത്തിലൂടെ സംഭവിച്ചത് യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പങ്കാളിയാകുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, വാസ്തവമായിട്ട് നമ്മൾ ചെയ്ത പാപസംബന്ധമായി നമ്മൾ മരിക്കുകയാണ്. അതാണ് അതിൻ്റെ തൊട്ടു മുകളിൽ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മരിച്ചത്? പാപസംബന്ധമായിട്ടാണ് നമ്മൾ മരിച്ചത്. പാപസംബന്ധമായി മരിച്ച നമ്മളെക്കുറിച്ച് പറയുന്നു, നമ്മൾ മരിച്ചത് ക്രൂശിന് അനുരൂപമാകാൻ വേണ്ടിയിട്ടാണ് മരിച്ചത്. എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പം ഒന്ന്, മരണത്തിൽ നാം ഏകീഭവിക്കുമ്പോൾ പുനരുത്ഥാനത്തിനകത്തും നമ്മൾ ഏകീഭവിക്കും. എങ്ങനെ ഇത് സംഭവിക്കുന്നു? സ്നാനത്തോടുകൂടി ഇത് സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ സ്നാനപ്പെട്ടവരാണ്. സ്നാനപ്പെടാത്തവരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകും. എന്താണ് സ്നാനം? എന്തിനാണ് സ്നാനം? എങ്ങനെയാണ് സ്നാനം? വചനം പറയുന്നത് പാപസംബന്ധമായി മരിക്കുന്നതിലാണ് സ്നാനത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെ അടുത്ത് പറയുന്നു, അങ്ങനെ നമ്മളെ എന്ത് ചെയ്യുന്നു? കുഴിച്ചിട്ടിരിക്കുകയാണ്. കുഴിച്ചിടപ്പെട്ട ഒരു ബോഡിയെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വീണ്ടും അതിനെ നമ്മൾ പുറത്തെടുക്കത്തില്ല. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്നാനം. പെട്ടെന്ന് സ്നാനപ്പെടുന്നോ എന്ന് കേട്ട ഉടനെ ചാടിയിറങ്ങി ചെയ്യുന്നതല്ല സ്നാനം. നമുക്കൊരു തീരുമാനം, നമുക്കൊരു ബോധം ഉണ്ടാകണം, എന്തിനാണ് സ്നാനം. അതുകൊണ്ടാണ് പൗലോസ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞൊരു മനുഷ്യൻ പാപത്തിലോട്ട് പ്രവേശിക്കാൻ തനിക്ക് കഴിയത്തില്ല. കാരണം താൻ അടക്കപ്പെട്ട മനുഷ്യനാണ്, താൻ ക്രൂശിക്കപ്പെട്ട മനുഷ്യനാണ്. ഇനി നടക്കുന്നത് ജീവന്റെ പുതുക്കത്തിലാണ്. അപ്പോൾ കൃപ ഒരുപാട് പെരുകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, സ്നാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല. പ്രവേശിച്ച നമുക്ക് ലഭിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. അത് ഏറെ കിട്ടിയവരുമുണ്ട്, കുറച്ച് കിട്ടിയവരുമുണ്ട്. അത് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, എപ്പോഴാണ് സ്നാനപ്പെടാൻ സാധ്യത കിട്ടിയത്, അതുവരെ തൻ്റെ ലൈഫ് എങ്ങനെയാണ്, അതനുസരിച്ച് ആ കൃപ ഇരിക്കുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ കുഴിച്ചിടപ്പെട്ട ഒരു മനുഷ്യൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, അതുകൊണ്ടാണ് റോമാസഭയോട് പറയുന്നത്, പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, കുഴിച്ചിടപ്പെട്ടതൊന്നും തോണ്ടിയെടുക്കാതെ നമ്മൾ ആ കർത്താവിനെ പിൻപറ്റി ആ പാപത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ, വേണമെങ്കിൽ ഈ കുഴിച്ചിട്ടതിനെ വീണ്ടും പുറത്തെടുത്ത് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ അവസാനം വരെ യുദ്ധം ചെയ്ത് ജയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.